സമ്പൂർണ്ണ നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിലുള്ള എല്ലാ സായുധ സംഘങ്ങളും നിരായുധീകരണത്തിന് തയ്യാറാകുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ ചുവടുവെപ്പ് എന്ന വിശേഷണത്തോടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുമെന്നാണ് കരുതപ്പെടുന്നത്. തുടർന്ന് ഗസയിൽ പുതിയ ഫലസ്തീൻ സർക്കാർ അധികാരത്തിൽ വരുമെന്നും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച പോസ്റ്റിൽ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് കരാറിലെ വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹമാസും ഗസയിലെ മറ്റു സായുധ സംഘങ്ങളും സമ്പൂർണ്ണ നിരായുധീകരണത്തിന് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ ചരിത്രപരമായ നേട്ടമെന്നാണ് സമൂഹമാധ്യമ പോസ്റ്റിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ബോർഡ് ഓഫ് പീസുമായിട്ടാണ് ഹമാസിന്റെ കരാർ. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്നും വാർത്തകളുണ്ട്. നിരായുധീകരണം സാധ്യമാകുന്നതോടെ ഇസ്രായേലിന് ഗസയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. പക്ഷേ ഇസ്രായേൽ ഈ റിപ്പോർട്ടിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ഗസയിൽ ഒരു ദേശീയ സമിതിയെയും അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ സേനയും വിന്യസിച്ച ശേഷമായിരിക്കും നിരായുധീകരണത്തിലേക്ക് കടക്കുക. ഹമാസിൽ നിന്ന് അധികാരം കൈമാറുന്ന വേളയിൽ ഗസയുടെ ഭരണത്തിന് നേതൃത്വം വഹിക്കുക ദേശീയ സമിതിയായിരിക്കും. മറുഭാഗത്ത് കരാറിനെ നടപ്പാക്കൽ നിരീക്ഷിക്കുക അന്താരാഷ്ട്ര സേനയുടെയും ഉത്തരവാദിത്തമായിരിക്കും. ഈ കരാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥകളിലൊന്ന്, ഹമാസ് ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങൾ അവരുടെ ആയുധങ്ങൾ ഇസ്രായേലിനോ മറ്റേതെങ്കിലും രാജ്യത്തിനോ കൈമാറേണ്ടതില്ല എന്നതാണ്. പകരം എല്ലാ ആയുധങ്ങളും ദേശീയ കമ്മിറ്റിയുടെ അധികാരത്തിന് കീഴിൽ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുക അന്താരാഷ്ട്ര സമിതിയായിരിക്കും എന്നതാണ് വ്യവസ്ഥ. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നിരായുധീകരണം നടക്കുക. കരാറിന്റെ ചർച്ചകളിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആദ്യം പോലീസ് സേനയുടെ ആയുധങ്ങളാകും കൈമാറുക. തുടർന്ന് ഭാരം കൂടിയ ആയുധങ്ങളും ഈ കാലയളവിൽ ഗസയിലെ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച വിശദമായൊരു റോഡ് മാപ്പ് 14 ദിവസത്തിനുള്ളിൽ തയ്യാറാകുമെന്നാണ് കരുതപ്പെടുന്നത്. വേണ്ടിവന്നാൽ ഈ 14 ദിവസം എന്നത് നീട്ടാനും കഴിയും. കരാറിന്റെ ഭാഗമായി എല്ലാ കക്ഷികളുടെയും സമ്മതം മാത്രം മതി അതിന്. ഇതൊക്കെ പറയുമ്പോഴും ഹമാസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും തങ്ങളുടെയും നീക്കങ്ങൾ എന്നാണ്. ഇസ്രായേൽ സൈന്യം അവരുടെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ കരാറിലെ ഒരു വ്യവസ്ഥയും നടപ്പാക്കില്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുകയും മുനമ്പിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കുകയും ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ചുരുക്കം. കരാർ പ്രകാരം ഹമാസിന്റെ നിരായുധീകരണവും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും സമാന്തരമായി നടക്കേണ്ടതാണ്. പക്ഷെ അപ്പോഴും ഇസ്രായേലിന്റെ നിലപാട് എന്താണ് എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന മറ്റൊരു സായുധ സംഘടന ഈ കരാറിൽ ചില സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്തിമ കരാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്നും രേഖയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളിൽ ആശങ്കയുണ്ട് എന്നുമാണ് അവർ വാദിക്കുന്നത്. ഈ കരാർ കടലാസിൽ മാത്രമായി തുടരുമോ അതോ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എല്ലാ കക്ഷികളും അവരുടെ വാക്കുകൾ എങ്ങനെ പാലിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാകും അത് നടപ്പിലാവുക. അതിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്.